റെക്കഗ്നൈസേഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് മോട്ടിവേറ്റർ. ഒട്ടനവധി ആളുകളുടെ ലൈഫിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കാനും അതിലൂടെ അവരെ പ്രചോദിപ്പിക്കാനും വലിയ സാമ്പത്തിക ഉന്നമനം ഉണ്ടാവാനും MI ഉത്സവ് സീസൺ 5 നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ 2025 എന്ന് പറയുന്ന വർഷം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ വെറും കാശുണ്ടാക്കാനല്ല, ഇവിടെ ലൈഫ് ഉണ്ടാക്കാൻ പറ്റും, ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റും. അതാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഞങ്ങൾക്കും ജീവിതത്തിലെ ഫസ്റ്റ് പ്രിയോറിറ്റി മൈ ലൈഫ് സ്റ്റൈലിന് മാത്രമായിരുന്നു. ആ ഒരു പ്രിയോറിറ്റി കൊടുത്ത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി 2016 സെപ്റ്റംബർ ആയപ്പോഴേക്കും എൻ്റെ പേരിൽ ആദ്യത്തെ 2,10,000 ഈ കമ്പനിയിൽ നിന്ന് വന്നു. MI ഉത്സവം ഏറ്റെടുത്ത് നാളുകളിൽ ദീപശി കൈമാറുന്ന പോലെ 1 by 1 ആയി താഴേക്ക് കൈമാറിയിട്ട് ഈ നാട് മുഴുവൻ വെളിച്ചം വീശുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നും നാളെ ഞാനും നിങ്ങളും ഇല്ലാത്ത സമയത്തും ഈ ഇൻഡസ്ട്രി കത്തിച്ചൊലിക്കുമ്പോൾ അതിന് നേട്ടങ്ങൾ നമ്മുടെ കുടുംബത്തിന് കിട്ടണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, 2018 സെപ്റ്റംബർ മാസം 19-ാം തീയതി എൻ്റെ വീട് ജപ്തി ചെയ്ത് എൻ്റെയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും റോഡിലിറക്കിയ ഇന്ന് ഞാൻ താമസിക്കുന്നത് 60 ലക്ഷം രൂപ വരുന്ന ഒരു വീട്ടിലാണ്. 3-4 വർഷം കൊണ്ട് എന്നെ ഈ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് മൈ ലൈഫ് ആണെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങളും വിശ്വസിക്കുക, നിങ്ങളും വിജയിക്കുമെന്ന്.
പക്ഷെ ഇവിടെ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഒരു സ്വപ്നതുല്യമായ തീരുമാനം, സ്വപ്നതുല്യമായ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന അവസരമാണ് MI Lifestyle മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് കടന്നു വന്ന എൻ്റെ ജീവിതത്തിലേക്ക് 4 വീലറും 10 ഒരുപാട് വരുമാനങ്ങളും റാങ്കുകളും അച്ചീവ്മെന്റ്സുകളും ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇത് ഓൺലി ബിക്കോസ് ഓഫ് MI Lifestyle. എൻ്റെ പഴയ കരിയറിലായിരുന്നെങ്കിൽ സാധിക്കില്ലായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. ആഴ്ചയിൽ 2,10,000 രൂപ, 2,10,000 റുപ്പീസാണ് ഇതിൻ്റെ ഹയസ്റ്റ് ഇൻകം. അതിൻ്റെ 1 കുറവുള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ഇവരാണ് ഈ കമ്പനിയുടെ സീലിംഗ് അച്ചീവർ ആവാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാർ. వచ్చి చంపేస్తుండాయి ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చి చంపేస్తుండాయి ఫీలింగ్స్ పేచి అంటే ఓసారి పోంటే ఓసారి చాటు మాటుగా సయ్యంటే ఓసారి పూలడితే ఓసారి నగలడితే ఓసారి సాదా సీదా చీర కట్టెతే ఓసారి ఒళ్ళు ఇరుసుకుంటే ఓసారి ఓసారి ఇల్లు సిమ్ముతుంటే ఓసారి ఓసారి నీళ్లు తోడుతుంటే నిజంగా ఓసారి వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ రోటి పచ్చడి నువ్వు నూరుతున్నప్పుడు బయట తోటి సమట నువ్వు తుడుచుకున్నప్పుడు దండాన నీ సొక్కారేస్తున్నప్పుడు నీ ఒంటి వాసన తెగ గుర్తొచ్చినప్పుడు 2 చేతులెత్తి జుట్టు ముడిసినప్పుడు జెండు కత్తుకొని పడుకున్నప్పుడు అలసిపోయిరువు ఆవలించినప్పుడు వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ కలిపి నోట్లో ముద్ద పెట్టినప్పుడు ఎంగిలి మూతితో నువ్వు ముద్దు పెట్టినప్పుడు శిరసంగులను సవరించినప్పుడు സൊന്ത മുകുടി സൊന്ത സിക്കുപടിനప్పుడు നമസ്കാരം. ശൈലേഷ് ബാലൻ സാറും അദ്ദേഹത്തിൻ്റെ ടീമും വളരെ ശക്തമായി ഓർഗനൈസ് ചെയ്ത MI ഉത്സവ് സീസൺ 5 എന്ന പ്രോഗ്രാം അതീവ ഗംഭീരമായി പര്യവസാനിച്ചു.
ആ പ്രോഗ്രാമിന് വേണ്ട എഫേർട്ട് ഇട്ട എല്ലാ ലീഡേഴ്സിനെയും കേരളത്തിന് പുറത്തുനിന്ന് ആന്ധ്രയിൽ നിന്നടക്കം ധാരാളം ആൾക്കാരെ പങ്കെടുപ്പിച്ച എല്ലാ ലീഡേഴ്സിനെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ അർത്ഥത്തിലും വളരെ ഗംഭീരമായൊരു പ്രോഗ്രാമായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാൻ ഈ ടീമിനാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.